ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രോഷ്യ വെച്ചൊരു ചെറിയൊരു മാറ്റാണ്. അപ്പോൾ അതിൻ്റെ നൂലിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ ഹുക്കിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞുതരാം. നൂല് ഏതാണ്, അക്രിലിക്കാണോ അതോ കോട്ടൺ ആണോ, ഏതൊരു എടുത്തിട്ടുണ്ട്. ബെഗിനേഴ്സിന് അക്രിലിക്ക് ആക്കണം നല്ലത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഹുക്ക് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് 4.5 mm ഉണ്ട്, 4.00 mm ഉണ്ട്. അപ്പോൾ ഇവിടെ ആ 0 mm 4.0 mm അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് യൂസ് കൊടുക്കുന്നതൊക്കെ ചെറിയൊരു പേരുണ്ട്, കാരണം എന്തൊക്കെ പറയണം അതൊന്നും അത്രയൊരു ധാരണയില്ല. ഇതിൽ തെറ്റിപ്പോയാലും ഒക്കെ നല്ല വിഷമമുണ്ട്, കാരണം അതിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പുണ്ട്, മാറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ് മാജിക് റിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ്. ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടെന്ന് ചെയ്താൽ മതി. പറയുമ്പോഴത്തേനും നിങ്ങൾ കണ്ടെന്ന് ചെയ്താൽ മതി. അത് ആ വിരലിനെ ചുറ്റി കൂടി ബാക്കിൽ കൂടി കൊടുന്ന് മുമ്പിൽ കൂടി കൊടുന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ബെഗിന്നറിന് ഞാനൊരു ബെഗിന്നറാണ്, പക്ഷേ അത്ര ബെഗിന്നറല്ല, പക്ഷേ അതിൻ്റെ അത്ര ബെഗിന്നറല്ല, അങ്ങനത്തെ ഒരു ബെഗിന്നർ. അതേപോലെ ഒന്ന് ചുറ്റിന് ശേഷം ഹുക്ക് എടുത്ത് ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പാസ് ചെയ്ത് സെക്കൻഡ് ലൂപ്പ് ഉണ്ടാവില്ല അവിടെ നമ്മളെ കയ്യിൻ്റെ അടുത്ത്, അതൊന്ന് ഗ്രാബ് ചെയ്തിങ്ങനെ വലിച്ചു കൊണ്ട് വന്നിട്ട് എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. പിന്നെ ആ ചൂണ്ടുവിരൽ അവിടെ കാണില്ലേ, അതുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ആ സംഭവം എന്താ പറയുക, 11 വട്ടം ചെയ്യണം. ആദ്യം ഒന്ന് കാണിച്ചു തരാം. 11 തവണ അങ്ങനെ ചെയ്യണം. ഇത് ഡബിൾ ക്രോഷ്യാണ് 11 ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ടോട്ടലി 11 ചെയിൻ ഉണ്ടാക്കണം. ആ 3 നമ്മൾ ഒക്കെപ്പാടെ കൂട്ടി നോക്കുമ്പോൾ 12 ചെയിൻ ഉണ്ടാവും, കാരണം ആദ്യത്തെ ആ 3 ലൂപ്സ് ഉണ്ടാവുമല്ലോ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് 12 ഉണ്ടാവും, 12 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ബാക്കി 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരിക, പുൾത്തർ ചെയ്യുക, അതിന് പുൾത്തർ എന്നാണ് പറയുക. പിന്നെ ഒരു തവണ യാൺ ഓവർ ചെയ്യുക, പിന്നെ ബാക്കി 2 ലൂപ്പിന് ഒന്ന് പുൾത്തർ ചെയ്യുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഒന്ന് നല്ല സെക്യൂറാക്കി വെക്കുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇങ്ങനത്തെ സാധനം 11 പ്രാവശ്യം നമ്മൾ ചെയ്യണം, അപ്പോഴായിരുന്നു അത് കിട്ടുള്ളൂ. 11 പ്രാവശ്യം മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരിക, പിന്നെ യാൺ ഓവർ ചെയ്യുക, ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നെ യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന് മാത്രം പുറത്തേക്ക് കൊണ്ടുവരിക. വിട്ട ലൂപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി 2 ലൂപ്പ് ഉണ്ടാകും, അതിനെയും സാധാ പോലെ കൊണ്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു ധാരണ ഇല്ല, കുറച്ച് നേരം അങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് കേട്ടില്ല. ഓക്കെ, 11 അങ്ങനെ ചെയ്തെടുക്കാം. ടോട്ടൽ 12 ഉണ്ടാവും, 11 ചെയ്തെടുക്കാം. പിന്നെ ചെറിയൊരു ടെയിൽ എൻ്റെ ഉണ്ടാവില്ലേ, അത് പിടിച്ചൊന്ന് വലിക്കണം. അത് പിടിച്ചൊന്ന് വലിച്ച അതിങ്ങനെ ആ വലിയൊരു വട്ടം ഉണ്ടാവില്ല, അതിങ്ങനെ ക്ലോസ് ആയി വരും. എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം ക്ലോസ് ആയി വരും. ചെറിയൊരു ഹോള് കാണുന്നുണ്ട്, അതൊക്കെ ക്ലോസ് ചെയ്ത് സെറ്റാക്കാം. പിന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ തൊട്ടിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്ത 3 എന്താ പറയുക ചെയിൻ സ്റ്റിച്ചാണ് അത് കാണിക്കുന്നത് തന്നെ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടാവും, ആ ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഹുക്ക് ഇൻസെർട്ട് ചെയ്ത്. ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അത് ക്ഷമിക്കണം. ആദ്യം നമ്മൾ ചെയ്ത 3 ചെയിൻ സ്റ്റിച്ച് ഉണ്ട്, 1 2 3. പിന്നെ അതിന് മുകളിൽ തൊട്ട് മുകളിൽ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടാവും, ആ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഞാൻ നല്ലോണം കാണാൻ വേണ്ടി വേറെ കൊണ്ടൊക്കെ കുറച്ച് ഓവറാവുന്നുണ്ട്, അതൊക്കെ കണ്ടോളൂ. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇനി ചെയ്യാനുള്ളത്. ആ ഹുക്കിലോടൊന്ന് ഇൻസേർട്ട് ചെയ്യുക, ആ ലൂപ്പിലോടൊന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. നമ്മൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം ഏത് ലൂപ്പിൽ കൂടെയാണോ ഉള്ളിൽ കയറ്റി ആ ലൂപ്പിൽ കൂടി തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക. ബാക്കി 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പ് മറ്റേ ലൂപ്പിനെ എന്താ കാട്ടുന്നതെന്ന് അറിയില്ല, എനിക്കത് പറയാൻ വയ്ക്കില്ല, നിങ്ങൾ കണ്ടു തന്നെ ചെയ്താൽ മതി.
പിന്നെ ഒന്നും കൂടെ ഒന്ന് വലിച്ചുകൊണ്ട് വരണില്ല അത് ഇപ്പോഴാണ്. പിന്നെ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഹോള് എനിക്ക് പോകില്ലല്ലോ. കുറച്ച് വലിച്ചത് വരെ പോകണം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി എല്ലാത്തിൻ്റെ തുടക്കത്തിൽ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. ഓക്കെ, ചെയിൻ 1, ചെയിൻ 2 ആൻഡ് ചെയിൻ 3. ഓക്കെ, ഇനി എല്ലാ വി പോലത്തെ ഷേപ്പാണ് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതുകൊണ്ട് ആ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട ആ ഹോളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്താൽ മതി. അതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ 3 ചെയിൻ സ്റ്റിച്ചിനെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണല്ലോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യം കൂടി അതിലിട്ടാൽ മതി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ. അപ്പോൾ ആ വീല് 2 ഡബിൾ ക്രോഷ്യ ആവും. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ബാക്കി 3 ലൂപ്സ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരിക, യാൺ ഓവർ ചെയ്യുക, പിന്നത്തെ 2 ലൂപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഈ പാറ്റേൺ എല്ലാ സ്റ്റിച്ചിലും ബാക്കി 10 സ്റ്റിച്ച് ഉണ്ടാവും. അല്ല 11 സ്റ്റിച്ച് ഉണ്ടാവും. അതിലെല്ലാത്തിലും ഓരോ വീടിൻ്റെ ഉള്ളിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഇതെന്താ ഡിക്രീസാണോ അത് ഇൻക്രീസാണോ? ഡിക്രീസാണ് തോന്നുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. ഡിക്രീസോ ഇൻക്രീസോ ഈ സംഭവം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഞാൻ ഇവിടെ 2 തവണ കാണിക്കുന്നുണ്ട്, 2 3 തവണ കാണിക്കുന്നുണ്ട്. 2 വട്ടം യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ. ഇന്നലെ പിന്നെ ഒരു സംഭവമുണ്ട്. ഇന്നലെ എനിക്ക് 1.4K വ്യൂസായി ഗൈസ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് അല്ല കേട്ടോ, വ്യൂസാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നല്ല താങ്ക്സ്. വെരി 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 താങ്ക്സ്. പിന്നെ അങ്ങനെ സബ്സ്ക്രൈബും 1K ആക്കണം, സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞു തന്നെ. ഇനി ആദ്യം മറ്റേ സ്റ്റെപ്പ് തന്നെയാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ആദ്യം നമ്മളിട്ട 3 ലൂപ്സ് കാണും. 3 ചെയിൻ സ്റ്റിച്ച് അടക്കണം. 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ആദ്യം ഇട്ട ഡബിൾ ക്രോഷ്യ കാണും. 2 ഡബിൾ ക്രോഷ്യ കാണും. ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ കൂടെയാണ് അല്ലേ 1 2 3. ഹുക്കൊക്കെ എടുത്ത് വീഴുന്നുണ്ട്. 1 അവിടെ 2 അവിടെ 3 ഞാൻ കാണിച്ചുതരാം, ക്ലിയറായി കാണിച്ചു. അവിടെ 1 അവിടെ 2 3. പിന്നെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിലൂടെ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ആ ഹുക്കിൽ കൂടി തന്നെ ആ ലൂപ്പിലൂടെ തന്നെ പുറത്ത് കൊണ്ടുവരിക. 2 ലൂപ്പ് ഉണ്ടാവും. ബാക്കി ചെയ്യുക. പറയാൻ വയ്ക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. പിന്നെ എല്ലാത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യണം? 3 ചെയിൻ സ്റ്റിച്ച് എല്ലാത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യണം. 2 ആൻഡ് ഫൈനലി 3. ഇനി സ്റ്റെപ്പ് ഒന്ന് മാറും. ആദ്യം ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 പിന്നെ 1 അങ്ങനെ പോകണം. അപ്പോൾ 1 2 അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യയും ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമല്ലോ, അത് 1 ഡബിൾ ക്രോഷ്യ ആവണമെന്നൊന്നും നിർബന്ധമാണ്. മൂന്നാമത്തെ സ്റ്റേജിലോ 2ാമത്തെ സ്റ്റേജിലോ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് നോക്കണം, അത് അങ്ങനെ തന്നെയാണോ നോക്കണം. ആദ്യം തുടക്കത്തിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും 1 ഡബിൾ ക്രോഷ്യ ആണോ എന്ന് നോക്കണം. ഓക്കെ, പറഞ്ഞപ്പോൾ വീട്ടിലത്തെ പറയാതായി. ആദ്യം 2 ഡബിൾ ക്രോഷ്യ, പിന്നെ 1 ഡബിൾ ക്രോഷ്യ, പിന്നെയും 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ ആ സെയിം സ്റ്റിച്ച് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക. എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കണം. അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ ആ ലൂപ്പിൽ അങ്ങനെ തന്നെ അല്ലേ നോക്കണം. ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് എത്തുമ്പോഴത്തേന് 1 ഡബിൾ ക്രോഷ്യാണ്. അതങ്ങനെ ആയാലേ പാറ്റേൺ റെഡിയായി വരികയുള്ളൂ.
ഈ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ എത്ര വലിയ ക്രോഷ്യ മാറ്റ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എത്ര വേണമെങ്കിലും എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ചെയ്യാം. സെയിമായിട്ട് ഒക്കെ ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ എൻഡ് എത്തി. പിന്നെ ബാക്കി അവിടെ നമ്മൾ ആദ്യം ചെയ്ത 3 ലൂപ്സ് ഉണ്ടാവും, 3 ചെയിൻസ് ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷ് ഉണ്ടാവും. ഓക്കെ, റൺ ഓവർ ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവും. ഇനി ആദ്യത്തെ തുടക്കത്തിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. തുടക്കത്തിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാറ്റേൺ അങ്ങനെ മാറും. ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. മറ്റേനെ 3 ചെയിൻ സ്റ്റിച്ചിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണല്ലോ സെറ്റ് ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇത് ബിഗിനർ ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് മാത്രമേ. പിന്നെ സെക്കൻഡ് ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷ്യ ഇടുന്നുണ്ട്. രാത്രി ആയ പോലെ. പിന്നെ തേർഡിൽ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ക്രോഷ്യ മാറ്റ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇതിൻ്റെ പാറ്റേൺ സെയിം പോലത്തെയാണ്. 2 and 1 അങ്ങനെ വരുന്നുള്ളൂ. ഡബിൾ ക്രോഷ്യ ഓൺലി ഡബിൾ ക്രോഷ്യ മാത്രമേ വരുന്നുള്ളൂ. അതിനിടയ്ക്ക് ലൈറ്റ് എന്നിട്ടുണ്ട്. ക്ലാരിറ്റി കൂടുകയോ കൂടുതലെന്നൊന്നും അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം തന്നെ കെടുത്തു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കെടുത്തില്ലേ. അപ്പോൾ ചെയ്ത് അങ്ങനെ എത്രയായി. ഓക്കെ, അങ്ങനെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2 1 1 2 1 1 1 അങ്ങനെ എല്ലാ ലൂപ്പിലും അങ്ങനെ ചെയ്യണം. എത്രയോ വട്ടം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. 2 3 2 സാധ്യത. പിന്നെ ഒരു കെ ഗീവ് തരുന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കെ അല്ല, ഒരു 10 കെ അല്ലെങ്കിൽ 5 കെയിലും ആവട്ടെ, എന്നിട്ട് എങ്കിൽ വേറെ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ട 3 ചെയിൻ സ്റ്റിച്ച് കാണും. അതിൻ്റെ അടുത്ത് നമ്മൾ സ്വന്തം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കാണും. ഞാൻ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. കുറേ നേരം എങ്ങനെ ഇതിട്ട് പോരടിക്കുക. അപ്പോൾ വേറെ സ്ഥലത്ത് ഞാൻ പറ്റിച്ചു. 3 ചെയിൻ സ്റ്റിച്ച് കാണും. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കാണും. ആ ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ പാറ്റേൺ മാറും. അങ്ങനെ ചെയ്യുന്തോറും അങ്ങനെ മാറും. ഞാൻ യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ ഏതെന്ന് വെച്ചാൽ 2 1 1 1 2 1 1 1 3 1ഉം ഒരു 2 അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ആദ്യം ആ സെയിം ലൂപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ. ഇത് ഇങ്ങനെ ഇതിൻ്റെ പാറ്റേൺ 2 1 1 അങ്ങനെ പോകും. അപ്പോൾ എത്ര വേണമെങ്കിലും അങ്ങനെ വലുതാക്കി ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. എത്ര വേണോ അത്രത്തോളം അതിന് ചെയ്യാം. അങ്ങനെ ചെയ്യാം. നേരാക്കി നിങ്ങൾ എടുക്കുക. ഇതിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ വേറെ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനത്തെ പാറ്റേൺ ആണ് ഇതിൽ പോകുന്നത്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം ആദ്യത്തല്ലേ.
അതൊക്കെയല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റിക്കറിൻ്റെ, പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ പാറ്റേണ് തുടർന്ന് വരിക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഈ പാറ്റേൺ ഒരേപോലെ തന്നെ ഇങ്ങനെ ചെയ്യാം. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൂടുതൽ ഞാൻ ഇപ്പോൾ എന്താ പറയാന്ന് എനിക്കൊരിതില്ല. ഓക്കെ, യാണോവർ ചെയ്തിട്ട് ത്രൂ ചെയ്യുക, യാണോവർ ചെയ്യുക, ടൂലിപ്സിനെ പുൾത്രൂ ചെയ്യുക, യാണോവർ ചെയ്യുക, പുൾത്രൂ ചെയ്യുക. ഓക്കെ, ഇതന്നെ സെയിം ആയിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ രണ്ട് ഡബിൾ ക്രോഷ്യ തോന്നുന്നുണ്ട്. അതൊരു ഡബിൾ ക്രോഷ്യ ഏതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഈ ഫസ്റ്റ് ഓരോ ഡബിൾ ക്രോഷ്യ കൂടി വരുന്നതോടെ മാറ്റിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടും. അതുകൊണ്ടാണ് 2 ഡബിൾ ക്രോഷ്യ അല്ലേ ചെയ്യേണ്ടത്, 1 ഡബിൾ ക്രോഷ്യ ഓൺലി. ഓക്കെ, എല്ലായിടത്തും ഞാൻ ഇപ്പം എന്താ കൂടുതൽ പറയാം, കുറേ നേരം അതിങ്ങനെ പറയണോ, ഞാൻ ഇപ്പം എന്താ കൂടുതൽ പറയാം എനിക്ക് തന്നെ അറിയില്ല. കുറച്ച് നേരം മിണ്ടാതിരിക്കും. അത് എനിക്കൊന്നും പറയാൻ വയ്ക്കാത്തതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ ക്രോഷ്യൻ്റെ ബിഗിന്നറാണോ ചോദിച്ചാൽ ബിഗിന്നറാണ്, പക്ഷേ ബിഗിന്നറല്ല ചോദിച്ചാൽ ബിഗിന്നറിൻ്റെ പകുതി ബിഗിന്നറാണ്. കൂടുതൽ കാര്യമായിട്ട് എനിക്കറിയാം. പിന്നെ ഈ സ്ഥലം മാറി. ഓക്കെ, അതിന് എന്തെത്തിയാൽ ആദ്യം നമ്മൾ 3 ലൂപ്സ് കാണും. 3 സ്റ്റിച്ച് കാണും. 3 സ്റ്റിച്ചാണ്, ചെറിയ സ്റ്റിച്ചാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കാണും. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെയിം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ ഇനി ഈ ക്രോഷ്യത്തിൻ്റെ ബേസിക്കിൻ്റെ ഒരു തുടങ്ങുന്നുണ്ട്. പിന്നെ ഓരോന്ന് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ ഷോർട്ടാക്കി ഇങ്ങനെ ഇടാം. ഓക്കെ, ഇനി ഫസ്റ്റത്തെ പോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ഓക്കെ, 3 പിന്നെ ഇവിടെ പാറ്റേൺ മാറും. ആദ്യം 3 1 അല്ലായിരുന്നു, അതിന് 4 1 ആയിരിക്കും. ഫസ്റ്റ് ഞാൻ കാണിച്ചിടാം. 2 ഡബിൾ ക്രോഷ്യ, 2 1 1 1 1 2 1 1 1 1 2 അങ്ങനെ പോകും. അങ്ങനെ തന്നെ ഫുള്ളി പോകും. അതിനിടയ്ക്ക് ഞാൻ നീച്ച് പോകേണ്ടത് തോന്നുന്നുണ്ട്, അറിയില്ല. എന്നാൽ എന്താ പറയുക, ഉച്ചക്കേറ്റാണ് ഇത് ചെയ്തത്. ഉച്ചക്കല്ല, ഉച്ചക്കോ രാവിലേക്കാണ് ചെയ്തത്. ഇപ്പോഴാണ് രാത്രിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം 2 ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് സെയിം സ്റ്റിച്ചിൽ, പിന്നെ 4 ഡബിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിലും ചെയ്യണം. ഞാൻ ഒരു കാര്യം നോക്കിയപ്പോഴാണ് എൻ്റെ വീഡിയോസ് വിയറ്റ്നാമിന്നും ഇന്തോനേഷ്യന്നൊക്കെ കൂടുതൽ പേര് കാണുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും ചെയ്തില്ല ഇങ്ങനെയൊക്കെ ആവുന്നത്. പക്ഷേ 2-3 ദിവസം കൊണ്ട് തന്നെ 1K എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ്. എന്തായാലും ഒരു കാര്യം മറന്നു, എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ ആരും കമൻറ്റ് ചെയ്യണില്ല, അതാണ് പ്രശ്നം. കമൻറ്റ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് ഈ ഫോണിൻ്റെ കുറവല്ല, ഈ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ്.
ഇത് കാണുന്നില്ല. കുഴപ്പമില്ല, ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തോന്നും എനിക്ക് കേട്ടോ. പിന്നെ യാണൊക്കെ കയ്യാറായി, വാങ്ങണം. കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ഇതേപോലെ തന്നെ ചുറ്റോറെ ചെയ്തെടുക്കണം. നല്ല ആദ്യം കാണുമ്പോൾ നല്ല പണിയുള്ള നല്ല ഹാർഡ് വർക്ക് ചെയ്താലും ഇത് കിട്ടുള്ളൂ. പക്ഷേ ചെറിയ ബുദ്ധിമുട്ട് നേരെ നമുക്ക് ചെയ്യാൻ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരിക്കലും ബോറടിക്കുകയില്ല. അതതിൻ്റെ ഒരു ബെനഫിറ്റ്. ബോറടിക്കുകയില്ല. ഇത് കുറേ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ എണ്ണയൊക്കെ ഉണ്ട് ഇടയ്ക്ക് കറക്റ്റല്ലേ കറക്റ്റാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല ഇപ്പം എന്താ കാട്ടുണ്ട്, എന്തൊക്കെയാണ് കാട്ടുക. ഇടയ്ക്ക് ഇപ്പോൾ കൂടിപ്പോകുന്ന. ഓക്കെ, ഇപ്പം ഇത്ര ആക്കി. എത്ര വലുപ്പമാണ് നിങ്ങൾക്ക് വേണ്ട അത്ര വലുപ്പം ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ചെയ്തിട്ടുണ്ടാവും. പിന്നെ യാണോവർ ചെയ്യുന്നു, ഹുക്കിൻ്റെ ലൂപ്പിനോട് കൂടി ഇൻസേർട്ട് ചെയ്യണു. പിന്നെ യാണോവർ ചെയ്യുന്നു, പുൽത്തുറി ചെയ്യുന്നു, യാണോവർ ചെയ്യുന്നു, പുൽത്തുറി ചെയ്യുന്നു. ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വെറുപ്പ് പിടിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കുറച്ചൊന്നത് കാണും. ഓക്കെ, ഇനി ഈ സെയിം സ്റ്റെപ്പ് അറിയാലോ, റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പൊട്ടത്തരം കുറേ നേരം ഞാൻ അതിങ്ങനെ കാണിച്ചെടുക്കുന്നുണ്ട്. 2-3 വട്ടമൊക്കെ കാണിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി ഈ സംഭവം തന്നെ റിപ്പീറ്റ് അതാക്കാറുണ്ട്. അപ്പോൾ ഇത്ര കിട്ടും. ഇതിങ്ങനെ വലുതാക്കി കൊണ്ടുവരാം. ഇത്ര വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ആദ്യം നമ്മളിട്ട 3 ചെയിൻ സ്റ്റിച്ച് അവിടെ കാണും. 1 2 3. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഡബിൾ ക്രോഷയും അവിടെ കാണും. ഡബിൾ ക്രോഷ കൂടെ ഹുക്ക് സെറ്റ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഈ പാറ്റേൺ വലുതാവും തോറും മാറ്റിൻ്റെ വലുപ്പം അങ്ങനെ കൂടും. എത്ര വേണമെങ്കിലും മാറ്റിൻ്റെ വലുപ്പം ചെയ്യാൻ അത്രയും വേണമെന്നുള്ളൂ. വേറെ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പാറ്റേൺ മാറുന്നതാണ്. ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനിയിപ്പോൾ എത്ര 5 ആദ്യം ഇതിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. 2 1 1 1 1 1 2 1 1 1 1 1 ഇങ്ങനെയാണ്. 5 ഡബിൾ ക്രോഷ ഓരോരോ സ്റ്റിച്ചിലും, 2 ഡബിൾ ക്രോഷ ഒരു സ്റ്റിച്ചിലും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം 2 ഡബിൾ ക്രോഷയാണ്, പിന്നെയാണ് 5 ഡബിൾ ക്രോഷ വേറെ സ്റ്റിച്ചിൽ ചെയ്യേണ്ടത്. കൂടുതൽ അങ്ങനെ വർത്തരം പറഞ്ഞതാക്കുന്നില്ല, ചടപ്പാക്കുന്നില്ല. കുറച്ചൊക്കെ നിങ്ങൾ കാണുന്നിട്ട് നോക്കി. ഓക്കെ, ഇതേപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കാം. 1 2 3. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ വിളിച്ചോണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ അമ്മക്കറിയില്ല അപ്പോൾ ഇവിടെ വോയിസ് ഓവർ എടുക്കാൻ തോന്നുന്നു. എന്താണ് കാര്യത്തിൽ കിടക്കാം. ഇതേപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, പുൽത്തുറി ചെയ്യുക, യാണോവർ ചെയ്യുക, പുൽത്തുറി ചെയ്യുക. ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ടും ലൈക്കൊക്കെ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ആകട്ടോ, ലൈക്കില്ല. ആ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. ജീവനെ മറക്കരുത്. ഒരു 10 സബ്സ്ക്രൈബേഴ്സ് അല്ല, ഒരു 10K വ്യൂസ് അല്ല, എൻ്റെ 10K ലൈക്ക് ആയാൽ ഞാൻ തരാം. 10K ലൈക്ക് അല്ലെങ്കിൽ ഒരു 5K വ്യൂസും ഒരു 10K ലൈക്കും
ഒരു